ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വെച്ച പത്തിരി. അടിപൊളി ടേസ്റ്റുള്ള മീൻ വെച്ച പത്തിരിയാണ് ഞാൻ ചുടാൻ പോകുന്നത്. ഞാനിപ്പോൾ അയില വെച്ചിട്ടുള്ള മീൻ വെച്ച പത്തിരി. നമുക്ക് അയക്കൂറയും ആഗോലിയും ചെമ്മീനും അങ്ങനെ മുള്ളില്ലാത്ത മീൻ വെച്ചിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള മീൻ വെച്ച പത്തിരി എങ്ങനെയാണെന്ന് ഇതാക്കി തരാം. അതിന് ഒരു തേങ്ങ വേണം. തേങ്ങ ചിരണ്ടി വെച്ച് തേങ്ങയിൽ കൂട്ടേണ്ട സാധനങ്ങളാണ് തേങ്ങയിൽ പെരിഞ്ചീരകം, ചുവന്ന മുളക്, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം. പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, കുറച്ച് കറിവേപ്പില ഇടാം, ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒതുക്കിയിട്ട് ഇടാം. അങ്ങനെ എല്ലാം ഒതുക്കിയിട്ട് വെച്ച് അങ്ങനെ 2 ഉള്ളിയും ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്. അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് അത് നല്ല വാടിയതിന് ശേഷം നമുക്ക് ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിപൊളി മീൻ വെച്ച പത്തിരി ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റ്, വേഗം പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ പാകത്തിനുള്ള ഉപ്പിട്ട് ഉള്ളി വാടാൻ വേണ്ടിയിട്ട്, ഉള്ളി വാടാൻ കുറച്ച് ഉപ്പിട്ട വേഗം വാടിക്കൊട്ട്. അങ്ങനെ ഉള്ളി തക്കാളി ഇട്ട് തക്കാളി വാടിയതിന് ശേഷം നമുക്ക് അരച്ച തേങ്ങ നമുക്ക് അതിലിടാം, നല്ലോണം ഒതുക്കിയിട്ടുള്ള. പിന്നെ നമുക്ക് മിക്സി കയറ്റിയുള്ള വെള്ളം അതിൽ ഒഴിക്കുക. കുറേ വെള്ളം ഒന്നും ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഇനി ഈ വെള്ളം വറ്റിയാൽ നമുക്ക് വറ്റുന്നവരെ വെക്കണം. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പെല്ലാം ഇടാം. അങ്ങനെ നമ്മളെ വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നു. അടിപൊളി ടേസ്റ്റുള്ള മസാല. അതിന് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ഇറച്ചി മസാലപ്പൊടി, കുറച്ച് ഗരം മസാല, ഓരോരോ നുള്ള്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, അങ്ങനെയല്ല ഓരോരോ നുള്ള് ഇടണേ. അങ്ങനെ നല്ലോണം യോജിപ്പിച്ചിട്ട് വെക്കുക, നല്ലോണം ഇളക്കിയിട്ട് വെക്കുക, ഓരോരോ നുള്ള്. അങ്ങനെ നമ്മളെ മസാല റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അയിലയിൽ മഞ്ഞൾ, മുളക്, ഉപ്പ് എന്നിട്ട് പെരക്കിയിട്ട് നമുക്ക് നെയ്യിൽ പൊരിച്ചിട്ടെടുക്കാം. നമ്മളെ വെളിച്ചെണ്ണയിൽ നല്ലോണം പൊരിച്ചിട്ടെടുക്കുക. അങ്ങനെ മീൻ പൊരിച്ചിട്ടെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, രാത്രി ഉണ്ടാക്കാം, വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാം, എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് തിന്നാം. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അയില നല്ലോണം അങ്ങനെ മറിച്ചിട്ട് വെച്ച് അങ്ങനെ മസാല ഉണ്ടാക്കി മീനും പൊരിച്ച് വെച്ചു. ഇനി നമുക്ക് അരിയാന്ന്. അരി നമ്മൾ പുയിങ്ങലരി മിക്സ് ചെയ്തിട്ട് അരിച്ച് അതിൻ്റെ കൂടെ വേറെ അപ്പത്തിൻ്റെ അരിയും കൂടി കിട്ടിയിട്ട് കുഴച്ചിട്ട് വെച്ചതാന്ന്. അങ്ങനെ 2 മാവ് എടുത്ത് പുയിങ്ങലരിയാന്ന് ഇത്. പുയിങ്ങലരി നമ്മൾ ചൂടുവെള്ളത്തിൽ തലേ ദിവസം പുതിർത്തി എന്നിട്ട് മിക്സിയിലിട്ട് വെച്ച് അത് അയവ് ഇതാകാൻ കുറച്ച് അരിയും കൂട്ടിയിട്ട് ഇതാക്കിയാന്ന്. നമ്മൾ നൂൽപുട്ടിനെല്ലാം എടുക്കുന്ന അരി, പിന്നെ ആമിസരി, അങ്ങനെ മസാലയും മീനെല്ലാം റെഡിയാക്കി 2 ഇലയിൽ ഞാൻ പരത്തി വെച്ച്. അങ്ങനെ നമ്മൾ നേർങ്ങനാക്കിയിട്ട് 2 ഇലയിൽ പരത്തി വെച്ച് അങ്ങനെ മസാല ഇടുന്നതന്നെ. അടിപൊളി ടേസ്റ്റ്, തിന്നാ പൂതി കാണാത്ത ഈ പത്തിരി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും നോക്കുക. എന്നിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ വീഡിയോ ആവുള്ളൂ, ലൈക്ക് ചെയ്താൽ എല്ലാവരുടെയും വീഡിയോ. അങ്ങനെ പരത്തി മസാല വെച്ച് ഇങ്ങനെ മീൻ വെച്ച് പിന്നെ അങ്ങേപ്പുറം നമ്മൾ അങ്ങേ പത്തിരി മസാല. ഇനി ഈ പത്തിരി ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് നല്ലോണം അമർത്തി വെക്കണം. അങ്ങനെ 2 മസാല ഇട്ടേക്ക്. മറ്റേ മസാല പത്തിരി ഇതിൽ പരത്തിയിടുക. മീൻ വെച്ച പത്തിരി അവിടെ വെച്ചിട്ട് ഇത് ഇതിൽ പരത്തിയിടുക. എന്നിട്ട് നല്ലോണം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ആവിയിൽ 1/2 മണിക്കൂർ വേവിച്ചിട്ടെടുക്കുക. ഗ്യാസ് മേലെങ്കിൽ 1/2 മണിക്കൂർ, അടുപ്പത്തെങ്കിലും 1/2 മണിക്കൂർ. ഇത് നല്ല കട്ടിയിലുണ്ട്, നല്ല വേവുള്ള സാധനം. അങ്ങനെ നമ്മൾ ആവിച്ചെമ്പ് വെച്ച് വെള്ളമെല്ലാം പതുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെമ്പിൽ ഇടുന്നതാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം. പിന്നെ ചൂടാറായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മീൻ വെച്ച പത്തിരി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ബായ്.